എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. വിഷു സ്പെഷ്യലായിട്ട് ഞാനിന്ന് നല്ലൊരു ഗോതമ്പ് പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഗോതമ്പും ശർക്കരയും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളി പായസമാണ്. അതുകൂടാതെ ഞാൻ പുതിയ വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചെറിയ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം പാത്രങ്ങളാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അഗാരോ ഇമ്പീരിയൽ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. 7 പാത്രങ്ങളും അതിൽ 5 ഗ്ലാസിൻ്റെ ലിഡും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് വരുന്നത് ഒരു ഗ്രിൽ പാനാണ്. നമുക്ക് എന്ത് തരം ഗ്രില്ലും ഓവനില്ലാതെ നമുക്ക് തന്തൂരി ആണെങ്കിലും അൽഫാം ആണെങ്കിലും എന്തും തന്നെ നമുക്ക് ഓവനില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഗ്രിൽ പാൻ വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൽ അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ ഒക്കെ ഇത് വർക്ക് ചെയ്യും കേട്ടോ. ഇൻഡക്ഷൻ അടുപ്പിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രിൽ പാനാണിത്. നല്ലൊരു ഗ്ലാസ് ലിഡും കൂടി ഇതിന് വരുന്നുണ്ട്. നല്ല ഡാർക്ക് ഗ്രേ കളറിൽ ആ വുഡൻ ഹാൻഡിലും കൂടി വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് ലിഡും കൂടിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഓയിലൊന്ന് ഇതിൽ പുരട്ടി കൊടുത്താൽ മാത്രം മതി. കുറഞ്ഞ ഓയിലിൽ നമുക്കിതിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോഡിയൊക്കെ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു സോസ് പാനാണ്. ഇതിനും നല്ലൊരു ഗ്ലാസിൻ്റെ ലിഡ് ഉണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ലിഡാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത്. അതിന് നല്ലൊരു വുഡൻ ഹാൻഡിലൊക്കെ വരുന്നുണ്ട് ലിഡിന്. നല്ല ചെറിയൊരു സോസ് പാൻ, കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. വുഡൻ ഹാൻഡിലിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് പിടിക്കാനും നല്ല സുഖമാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വരുന്നത് നല്ല വീതിയിലുള്ള ഈ ഒരു കടായാണ്. ഇത് 28 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അതുപോലെ തന്നെ കപ്പാസിറ്റി 3.8 ലിറ്ററാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ബിരിയാണി പോട്ടായിട്ട് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയിങ് പാനായിട്ട് കറി വെക്കാനുള്ള കടായായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള 2 ഹാൻഡിൽ 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇതിനും നല്ല ഹെവി ആയിട്ടുള്ളൊരു ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്. അടുത്തതായിട്ടുള്ളത് ഒരു 24 സെൻറ്റിമീറ്ററുള്ളൊരു കാസറോളാണ് കേട്ടോ. ഇതിനും നല്ലൊരു ഗ്ലാസിൻ്റെ ലിഡ് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ 2 സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള 2 ഹാൻഡിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ബിരിയാണി പോട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റ്യൂ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്കിത് സോസ് പലതരം സോസുകൾ തയ്യാറാക്കാനായിട്ട് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ പുറം ഭാഗം കണ്ടില്ല, എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഡക്ഷനിലും കൂടി യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അത് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് വരുന്നത് 24 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി 4 ലിറ്ററാണ് കേട്ടോ. പിന്നെ ഒരു ഫ്രൈയിങ് പാനാണ് അടുത്തതായിട്ടുള്ളത്. അതിനും നല്ലൊരു ലിഡ് ഉണ്ട് കേട്ടോ, ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള, അധികം ഡീപ്പല്ല, കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഫ്രൈയിങ് പാനാണ്. അതിന് വൺ സൈഡായിട്ടൊരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ, പുറത്തെ ഡിസൈനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചെറിയ ഫ്രൈയിങ് പാനും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിന് ലിഡില്ല കേട്ടോ, ഇതുപോലെയാണ് വരുന്നത്. നല്ല ഹെവിയാണ് കേട്ടോ. നല്ല അടിവശമൊക്കെ നല്ല തിക്കായിട്ടുള്ളൊരു ഫ്രൈയിങ് പാനാണ്. അതുപോലെ തന്നെ ചെറുതായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു ദോശ തവയാണ് വരുന്നത്. ചെറിയൊരു ദോശ തവ 24 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഉൾഭാഗം നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ദോശയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചിടാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അത്രയും സ്മൂത്തായിട്ടാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. പിന്നെ ഇതിന് ലിഡില്ല, പക്ഷെ നമ്മൾ നേരത്തെ കണ്ട കടായിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഫ്രൈയിങ് പാൻ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ലിഡ് ഇതിന് നല്ല പാകമാണ് കേട്ടോ. അതൊക്കെ 24 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ലിഡ് തന്നെ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടച്ച് വെക്കണമെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇതിനും ആ ചെറിയൊരു ഫ്രൈയിങ് പാനും ലിഡ് വരുന്നില്ല. ബാക്കി 5 അതിൻ്റെ കൂടെ ലിഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രങ്ങൾ കേട്ടോ. നല്ല ഉപകാരപ്രദമുള്ള പാത്രങ്ങളാണ്. പിന്നെ വിലയും കുറവാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല ഓഫറും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി വിഷു പായസം ഈ ഒരു പാത്രം വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയതിന് ശേഷമാണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്തെടുത്തത്. 240 മില്ലി അളവിലുള്ള കപ്പിലാണ് 1 കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഗോതമ്പാണ് കേട്ടോ, നുറുക്ക് ഗോതമ്പൊന്നുമല്ല, സാധാരണ ഗോതമ്പാണ്. അപ്പോൾ നമ്മുടെ അഗാരോയുടെ നോൺ സ്റ്റിക്ക് കടായിലാണ് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് ഗോതമ്പിന് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാനിന്നിത് ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിയിരിക്കുന്ന ഈ അഗാരോയുടെ എല്ലാ ഗ്രാനൈറ്റ് വെയർ നോൺ സ്റ്റിക്ക് കുക്ക് വെയറും നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിലും ഗ്യാസ് സ്റ്റൗവിലും വെച്ചിട്ട് പാചകം ചെയ്യാൻ പറ്റും. അതാണ് വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത്. ഗ്യാസ് തീർന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് ഇൻഡക്ഷനിലും കൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇത് നല്ലതുപോലെ തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ സമയം എടുക്കട്ടെ ഇത് വേവാനായിട്ട്. ഗോതമ്പ് അറിയാമല്ലോ നല്ല വേവുള്ളതാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോൾ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കാതെ ഈ പാത്രം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 300 ഗ്രാം വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ അഗാരോ നോൺ സ്റ്റിക്ക് സോസ് പാൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ശർക്കര മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കരയിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. 300 ഗ്രാം ശർക്കരയിൽ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് മെൽറ്റായിട്ട് വരുന്നത് വരെ ഇതുപോലെ കുക്ക് ചെയ്ത്. ഇപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു പാത്രം നമുക്ക് 2 അടുപ്പത്തും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ശർക്കര മുഴുവനായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വെക്കാം. കണ്ടില്ലേ, മുഴുവൻ ശർക്കരയും നല്ലതുപോലെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് ഇത് ഏകദേശം അരമണിക്കൂറോളം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗോതമ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തിങ്ങനെ അലിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ്, അലിഞ്ഞു പോകുന്നതിനേക്കാളും. അപ്പോൾ ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഈ ഒരു ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ശർക്കരയും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഞാൻ 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം വരെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ 2ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു തേങ്ങയാണ് ഞാൻ എടുത്തത്. ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1ാം പാൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് 2ാം പാലാണ്. 2ാം പാൽ 2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. 240 ml കപ്പിൽ 2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 2ാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് നമ്മുടെ പായസം ഒരു 15 മിനിറ്റോളം ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ ചേർത്ത 2ാം പാലും ആദ്യം ഉണ്ടായിരുന്ന വെള്ളവും ശർക്കരയൊക്കെ കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി പായസം ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശർക്കരയിൽ നല്ല ഉപ്പുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കണ്ട. ഞാൻ ചേർത്ത ശർക്കരയിൽ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 2 നുള്ളി ഏലക്കായ് പൊടിച്ചത്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് നല്ലൊരു പ്രഥമൻ്റെ ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ ഒരു പായസത്തിന്. ഗോതമ്പ് പ്രഥമൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1ാം പാൽ ചേർക്കാം. ഏകദേശം ഒരു 3/4 കപ്പോളം 1ാം പാലാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. 1ാം പാൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. 1ാം പാൽ ചേർത്ത ഉടനെ ഞാനിത് ഓഫ് ചെയ്യുന്നില്ല കേട്ടോ. ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോഴാണ് ഞാനിത് ഓഫ് ചെയ്യുള്ളൂ. 1ാം പാൽ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കളറ് വന്നിട്ടുണ്ട് പായസത്തിന്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള 1ാം പാൽ ചേർക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല കളറ് കിട്ടും. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1ാം പാൽ ചേർത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പായസത്തിലേക്ക് കാച്ചി ഒഴിച്ചാൽ മതി. ബാക്കിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അഗാരോ ഫ്രൈയിങ് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്, പശുവിൻ നെയ്യ്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കശുവണ്ടി ഒരു നല്ലൊരു കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഗോതമ്പ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ അഗാരോ ഇമ്പീരിയൽ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ അടിപൊളി ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പാത്രങ്ങൾക്ക് 1 വർഷത്തെ വാറൻറ്റിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. താങ്ക്